നമ്മളെ വീട്ടിൻ്റെ എല്ലാവരും കൂടിയുള്ള ആദ്യത്തെ പൊങ്കൽ. സൂര്യദേവന് മുഴുമുതൽ കടവുളായിട്ട് കൊണ്ട ഒരു മതമാണ് സൗരം. ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല, അത്ര തന്നെ. ബാക്കിയെല്ലാം ഉണ്ട്. മഞ്ഞ പൊങ്കലല്ല, എന്തോന്ന് എക്സാക്ട്ലി. ഒറ്റതിരിയായിട്ട് വെക്കരുത്. ഇവിടുന്ന് ഇങ്ങനെ ഇടാം. അത്ര മതി, അത്ര ചുറ്റിയാൽ മതി. ഓക്കെ. പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, എങ്ങനെ പൊങ്കലോ പൊങ്കൽ കുറെ വീടാറുണ്ടോ ചേട്ടനറിയാമോ? അപ്പോൾ ഇടണം, വരണം, ഒരു വീടാ വരണം. നീ കൂടെ ചേർത്തിട്. പൊങ്കൽ ചെറിയ പാത്രമായത് മാത്രമല്ല അതിൽ അളവധികം. നീ കണക്കല്ലത്. അങ്ങനെ ചെയ്യാമോ? നല്ല കുറവാ. ഇനി അത് നീ വേണ്ട, അടി പിടിച്ചു. വെള്ളം കൂടുതൽ എല്ലാത്തിനും അതെല്ലാം ഇരിക്കട്ടെ.
ഒരു കത്തിയോ ഒരു സ്പൂൺ വെച്ച് കിണ്ടിയിടും 3 ഉണ്ട്. മതി 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 ഊരി ഇറങ്ങിക്കോളും. അതിലും കുറച്ചിട്ടാ ചോറില്. വേണ്ട വേണ്ട വേണ്ട. அந்த 3 பாத்திரத்துலேயுமா செய்கிறீங்களா? ஆமாம். நீங்கள் என்னெல்லாம் செய்கிறீங்க அப்படின்னு சொன்னீங்கன்னா வீடியோ பார்க்குறவங்களுக்கு கொஞ்சம் ஹெல்ப்ஃபுல்லாக இருக்கும். അത് ഇതാ ഇത് വെൺപൊങ്കൽ, ഇത് ശർക്കര പൊങ്കൽ, അത് നമ്മുടെ മഞ്ഞപ്പൊങ്കൽ എന്ന് പറയില്ലേ, സാധാരണ തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ. പക്ഷെ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല, അത്ര തന്നെ. ബാക്കിയെല്ലാം ഉണ്ട്. മഞ്ഞപ്പൊങ്കലല്ല, പൊങ്കൽ, ഉപ്പ് കാരമൊക്കെ ഉള്ള പൊങ്കലാണ്. വടക്കൊക്കെ വെച്ച് കഴിക്കൂലേ നമ്മൾ ഹോട്ടലിൽ പോയിട്ട്, ആ പൊങ്കൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അത്. ഇനി അതിനൊരു ചട്നി മാത്രം അരച്ചാൽ മതിയാവും. നമുക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആവും. സ്വാമിക്ക് നേദിച്ചിട്ട് അത് ചെയ്യാം. നമുക്ക് വിളക്ക് എത്തിക്കാം അല്ലേ അച്ഛൻ? അവിടെ ഒരു ഇളക്കിളക്കി വയ്ക്കാം അല്ലേ? അപ്പം എല്ലാം ശുഭം. റെഡിയാ? വാ വാ, റെഡിയാക്കണ്ണാ. വാ റെഡിയാ. വിഷ്ണുക്കുട്ടി. വിഷ്ണുവിന് തീരെ വയ്യ. ഇന്നലെ 2 ദിവസമായിട്ട് വിഷ്ണുവിന് സുഖമില്ല. ഇന്നലെ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. നമ്മൾ ഈ പൊങ്കലായത് കാരണമാണ് അവളെ ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പോൾ ഓക്കെ. ഇനി അവൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അവളെ ഫീവർ ആയിരുന്നു അല്ലേ കണ്ണാ? ഹാപ്പി പൊങ്കൽ. എവിടെ പറഞ്ഞു? ഹാപ്പി പൊങ്കൽ പറ. നിന്നെ നോക്ക നല്ലൊരു ഭാഗവതരുടെ ലുക്ക് ഉണ്ടടാ. ஆமா, இந்த வீடியோல ஆபீஷியலாவே பாகவதர்னு பேர் வாங்கிட்டேன். ஆமா, அந்த லுக் அப்படிதான் தோணுதுடா. இந்த ஜால்ரா எங்க கூர்த்தாவ முடிது என்னது? எக்ஸாக்ட்லி. ഇത് അച്ഛൻ നോക്കിക്കൊള്ളാം. ഞാൻ ധൂപക്കാൽ എടുത്തിട്ടാണ്. ധൂപക്കാലല്ലേ ഇതാ ഇവിടെ ഇരിക്കുന്നത്? ദീപക്കാൽ. ദീപക്കാൽ. ഓ ഇല്ല എല്ലാം ഇപ്പം സ്വാമിക്ക് ഇതെല്ലാം കൈപ്പൊള്ളിയാ. ശ്രദ്ധിച്ച് ഇതൊന്നും എടുത്ത് കഴിക്കല്ലേ. ഇപ്പം നിവേദ്യം കഴിഞ്ഞിട്ട് കഴിക്കും. അതുதான் അത് ധൂപക്കാല്. ചേട്ടാ ആദ്യം കേട്ടത് ധൂപക്കാല്. ഭാഗവതർ ഓടി വന്നു. ധനഞ്ജയ വർമ്മൻ. നീ വിഷ്ണുമയാണ് തന്നെ?
അത് ഗായത്രി അവിടെ പൊങ്കൽ വയ്ക്കുമ്പോൾ കണ്ണാടി ഇട്ടുന്നത് കണ്ണിൽ പുക അടിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ കണ്ണാടി എടുത്തിട്ടുണ്ട്. പവർ ഗ്ലാസ് അല്ല, പ്ലെയിൻ ഗ്ലാസ് അല്ല. അത് ഞാൻ വയസ്സായില്ല, അതെ, ഞാൻ വയസ്സായില്ല എന്ന് പറയണം അച്ഛൻ. ഞാനും പവർ ഗ്ലാസ് വെച്ചിട്ടില്ല. പൊങ്കൽ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ എങ്ങനെ നമ്മളെടുത്തോന്ന് അറിയാമോ? ആക്ച്വലി പൊതുവായി ഞാൻ പറയാറില്ലേ, ഷൺമതങ്ങളുടെ ഒരു ഒത്തുചേർപ്പാണ് പൊങ്കൽ എന്ന് പറഞ്ഞത്. ഈ പൊങ്കൽ എന്ന് പറഞ്ഞത് ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാനം ഏതെന്ന് അറിയാം? അതായത് ഞാൻ കേൾക്കണേ, ഏത് മതത്തിൻ്റെ ഫെസ്റ്റിവലാണ് പൊങ്കൽ? എല്ലാവരും പറയും തമിഴർ പെരുന്നാൾ, തമിഴ്. അങ്ങനെയില്ല. ആക്ച്വലി നോക്കിയാൽ ആന്ധ്രയിലുണ്ട്, കേരളത്തിലുണ്ട്, വേറെ വേറെ പേരുകളുണ്ട്. ഇത് സംക്രാന്തിയാണ്, മകര സംക്രാന്തി. സോ ഇത് ഏത് അടിസ്ഥാനം എന്ന് വെച്ചാൽ ഞാൻ പറയാറില്ല, ഇന്നത്തെ നമ്മൾ ഹിന്ദുമതം എന്ന് അറിയപ്പെടുന്നത് മൊത്തം 6 മതങ്ങളുടെ ഒത്തുചേർപ്പാണ്. മനസ്സിലാണോ? ഞാൻ സൗരം, ഗണാധിപത്യം, കൗമാരം, ശാക്തം, വൈഷ്ണവം, ശൈവം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് സബ് ഡിവിഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് ഈ ഭാരത ഖണ്ഡത്തിൽ സൗരം ആചരിച്ചിരുന്ന ആൾക്കാരാണ്. മനസ്സിലാണല്ലോ നമ്മളുടെ പാരമ്പര്യത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും വേറെ വേറെ പേരുകളിൽ ഈ മകര സംക്രാന്തി, മകരത്തിലേക്ക് സൂര്യൻ എൻ്ററാകുന്ന അകത്ത് സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കുന്ന, മകരമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം എല്ലാ സ്ഥലങ്ങളിലും വേറെ വേറെ പേരുകളിൽ പ്രശസ്തമാണ്. മനസ്സിലാവുക? അത് കൃഷി മുഖാന്തരം ജീവനം നടത്തി പോകുന്ന ആ ഒരു കൾച്ചർ കഴിഞ്ഞ മാസം തന്നെ അവർക്ക് അറുവടയെല്ലാം കഴിഞ്ഞിരിക്കും. അറുപ്പ്, അതായത് എല്ലാ വിളവെടുത്തിനും അതിന് സൂര്യദേവന് മുഴുമുതൽ കടവുളായിട്ട് കൊണ്ട ഒരു മതമാണ് സൗരം. എന്നാലും ഇതില് സൗരം എന്നിരിക്കുന്നില്ലേ, അതിൻ്റെ ദേവനാണ് സൂര്യൻ. സൂര്യന് ഒരു മുഴുമുതൽ കടവുൾ തമിഴ് പറയൂലേ. ഇപ്പം നമ്മളുടെ എല്ലാ എനർജിക്കും ഒരു മെയിൻ സോഴ്സ് ഏത്? സൺ. സൂര്യനിൽ നിന്ന് നമ്മൾ മദർ എർത്തിലേക്കുള്ള സകല ശക്തിക്കുമുള്ള മൂലം. മനസ്സിലാണല്ലോ? സോ സൂര്യഭഗവാൻ ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് ഈ ഡേയും ഈ പൊങ്കൽ ഫെസ്റ്റിവലിൻ്റെയും പ്രധാനപ്പെട്ടത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വെച്ചാൽ ഇത് സൗരത്തിൻ്റെ ബേസിൽ വന്നെന്നുള്ളത് വളരെ ചുരുക്കമായ ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ഉഗാദി എന്ന് പറയുന്നത് അവരുടെ അതിപ്പോ സംഗീതത്തിൽ പാടാതെ കവിത അത്